ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടിയോടൊപ്പം മലയാളി താരം ജയറാം, രുക്മിണി വസന്ത്, ഗുൽഷൻ ദേവയ്യ എങ്ങനെ താർപ്പം പ്രകടനം കാഴ്ചവെച്ച ഈ സിനിമയുടെ വ്യാഴം, വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 6,06,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസം കൂടിയായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 4,44,00,000 രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 10,50,00,000 രൂപയാണ് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ ആദ്യ ദിവസം 23,50,00,000 രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 16,50,00,000 ഉൾപ്പെടെ 2 ദിവസം കൊണ്ട് 40 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ആന്ധ്ര, തെലങ്കാനയിൽ ആദ്യ ദിവസം 16 കോടി രൂപയും രണ്ടാം ദിവസം 14 കോടിയും ഉൾപ്പെടെ 2 ദിവസം കൊണ്ട് 30 കോടിയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 6,25,00,000 രൂപയാണ് ആദ്യ ദിവസമായ വ്യാഴാഴ്ചയിലെ കളക്ഷൻ. ഇന്നലെ 5,25,00,000 നേടിയെടുത്ത് 11,50,00,000 രൂപയാണ് ആദ്യ 2 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ. ഹിന്ദി ബെൽറ്റിൽ ആദ്യ ദിവസം 22,50,00,000 കളക്ട് ചെയ്ത സിനിമ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 15 കോടിയാണ് നേടിയെടുത്തത്. ടോട്ടൽ 37,50,00,000 രൂപയാണ് 2 ദിവസത്തെ ഹിന്ദി ബെൽറ്റ് കളക്ഷൻ. ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സിനിമ നേടിയെടുത്തത് 74,25,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 55,25,00,000 ഉൾപ്പെടെ ടോട്ടൽ 2 ദിവസം കൊണ്ട് 129,50,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. 2 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 18,50,00,000 രൂപയാണ്. ടോട്ടൽ 148 കോടി രൂപയാണ് ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. അതേസമയം ഹോംബാലെ ഫിലിംസിന്റെ ലോഗോ ഉപയോഗിച്ചുകൊണ്ടുള്ള കാന്താര ചാപ്റ്റർ 1ന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം 2 ദിവസം കൊണ്ട് 158 കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ആ കളക്ഷൻ പോസ്റ്റർ യാഥാർത്ഥ്യമാണോ ഒഫീഷ്യലാണോ എന്നൊന്നും നിലവിൽ ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി ഈ ചിത്രത്തിന്റെ ആദ്യ ശനിയാഴ്ച കൂടിയായ 3-ാം ദിവസത്തിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 5.5 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷനായി 16 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 55-60 കോടി റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 200-210 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 125 കോടി രൂപയാണ്. കല്യാണി പ്രിയദർശൻ, നസ്ലേൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക് അരുൺ തിരക്കഥ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് ഇപ്പോഴും മികച്ച ഹോൾഡ് നിലർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 6ാമത്തെ ശനിയാഴ്ച കൂടിയായ 38 ദിവസമാണ് ഇന്ന് കടന്നുപോകുന്നത്. 37ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 48 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 37 ദിവസം കൊണ്ട് കേരളത്തിൽ 117,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 38ാം ദിവസം ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ 65-70 റേഞ്ച് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 38 ദിവസത്തെ കേരള കളക്ഷനായി ഈ സിനിമ 118,20,00,000 റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. നാളെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 75 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞാൽ തുടരും എന്ന മോഹൻലാൽ ചിത്രം നേടിയെടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് മറികടക്കുന്നതാണ്. സിനിമയുടെ 38 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 296-297 കോടി റേഞ്ചിലുമാണ്. ധനുഷ് തിരക്കഥ സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഒക്ടോബർ 1 ബുധനാഴ്ച തിയേറ്ററിൽ മികച്ച ഓവർ എന്ന് എഴുതിയ തമിഴ് സിനിമയാണ് ഇഡ്ഡലിക്കടൈ. ചിത്രം 3-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 9,50,000 രൂപയായിരുന്നു. ആദ്യ 3 ദിവസം കൊണ്ട് 55 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 10,75,00,000 രൂപയും രണ്ടാം ദിവസം 9,25,00,000 കളക്ട് ചെയ്ത സിനിമ 3-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച 5,50,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് 25,50,00,000 രൂപയാണ് തമിഴ്നാട് കളക്ഷൻ. കർണാടകയിൽ ആദ്യ ദിവസം 1,25,00,000 രൂപയും രണ്ടാം ദിവസം 1,10,00,000 രൂപയും കളക്ട് ചെയ്ത സിനിമ 3-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച 55 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. 2,90,00,000 രൂപയാണ് 3 ദിവസത്തെ കർണാടക കളക്ഷൻ. ആന്ധ്ര, തെലങ്കാനയിൽ 3-ാം ദിവസമായ വെള്ളിയാഴ്ച 45 ലക്ഷം കളക്ട് ചെയ്ത് 1,90,00,000 രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 3 ദിവസം കൊണ്ട് 30 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 31,15,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3 ദിവസത്തെ GCC ഓവർസീസ് കളക്ഷൻ 7,10,00,000 രൂപയാണ്. ടോട്ടൽ 38,25,00,000 രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 4-ാം ദിവസവും ആദ്യ ശനിയാഴ്ചയും കൂടിയ ഇന്ന് കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 11 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 66 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ ഇന്ന് 7-7.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 32-33 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 12 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായി 50 കോടിക്ക് മുകളിൽ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായി ഉണ്ണി ശിവരംഗം തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26 തമിഴിലും മലയാളത്തിലുമായി തിയേറ്ററിലെത്തിയ സിനിമയാണ് ബൾട്ടി. ഈ സിനിമ 8-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 28 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. ആദ്യ 8 ദിവസം കൊണ്ട് 6,61,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 9-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 30-35 ലക്ഷം റേഞ്ചിലാണ്. 6,95,00,000 റേഞ്ചിലാണ് ആദ്യ 9 ദിവസം കൊണ്ട് ഈ സിനിമ എത്തി നിൽക്കുന്നത്. അതേസമയം ബൾട്ടിയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ചില അൺഒഫീഷ്യലായി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ 10 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പവൻ കല്യാൺ നായകനെ സുജീത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 25 തിയേറ്ററിലെത്തി ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ദേ കാൾ ഹിം OG.
ഇമ്രാൻ ഹാഷ്മി, പ്രിയങ്ക മോഹൻ, അർജുൻദാസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കർണാടകയിൽ നിന്ന് 18,80,00,000 രൂപയും ആന്ധ്ര തെലങ്കാന കളക്ഷനായി 179 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. തമിഴ്നാട് കളക്ഷനായി 3,85,00,000 രൂപയും നോർത്ത് ഇന്ത്യ കളക്ഷനായി 5,91,00,000 ഉൾപ്പെടെ 207,85,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ ഇന്നലെ വരെയുള്ള 9 ദിവസം കൊണ്ട് 63,50,00,000 രൂപയാണ് വിദേശ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. തേജ സജ്ജ നായകനായി കാർത്തിക് കട്ടമ്പലേനെ തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് മിറായി. ചിത്രത്തിൽ മഞ്ജു മനോജ്, ഋതിക നായക്, ശ്രേയ ശരൺ, ജഗപതി ബാബു, ജയറാം എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ 21 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 92,65,00,000 രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 108,93,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 32,80,00,000 ഉൾപ്പെടെ 141,71,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അക്ഷയ് കുമാർ നായകനായി സുഭാഷ് കപൂർ തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയ ബോളിവുഡ് സിനിമയാണ് ജോളി LLB 3. അർഷാദ് വാഴ്സി, സൗരവ് ശുക്ല, അമൃത റാവു എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 15 ദിവസം കൊണ്ട് 124,50,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വിദേശ കളക്ഷൻ 28,25,00,000 രൂപയാണ്. ആദ്യ 15 ദിവസം കൊണ്ട് 152,75,00,000 രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 3-3.5 മിനിറ്റുള്ള വീഡിയോകളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് അല്പം ലെങ്ത് ഉണ്ട്, 6 മിനിറ്റിൽ കൂടുതലുണ്ട്. ഈ കണ്ടന്റ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് വേണമെങ്കിൽ 2 വീഡിയോ ആക്കാമായിരുന്നു. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഒറ്റ വീഡിയോ ആക്കി മാറ്റിയത്. എന്തായാലും ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.